Ladies and gentlemen, this is Adarsh and welcome to my comedy. ജ്യോതികയുടെ ഒരു കോർട്ട് റൂം ഡ്രാമ ഇപ്പൊ ഡയറക്റ്റ് OTT റിലീസ് ചെയ്തിട്ടുണ്ട്. സിസ്റ്റം ആമസോൺ പ്രൈമിലാണ് സ്ട്രീം ചെയ്യുന്നത്. ജ്യോതിക മാത്രമല്ല, സൊനാക്ഷി സിൻഹ, ഇവര് രണ്ടുപേരാണ് മെയിൻ ലീഡായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ഹിന്ദി സിനിമയാണ്. ഹിന്ദി ഞങ്ങൾക്ക് അറിയില്ല, തമിഴും തെലുങ്കൊക്കെ അവൈലബിൾ ആണ്, ഡോണ്ട് വറി. സോ ജ്യോതികയുടെ കാര്യം പിന്നെ എടുത്തു പറയേണ്ട, ആൾക്ക് ഇപ്പൊ സദേൺ ഇൻഡസ്ട്രിയോട് പുച്ഛമാണ്. ഇവിടെ മറ്റേ എന്താണ്, ഫീമെയിൽ ആക്ടേഴ്സിന് നല്ല നല്ല റോള് കിട്ടുന്നില്ല, അതുകൊണ്ട് ആള് ബോളിവുഡിൽ പോയി. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നല്ല നല്ല റോൾസ് ആൾക്ക് അവിടെ കിട്ടുന്നുണ്ട്. ഷീ വാസ് എ പാർട്ട് ഓഫ് ഷെയ്ത്താൻ, അതേപോലെ ഡബ്ബ കാട്ടൽ, അതിൽ കിടു ക്യാരക്ടർ ആയിരുന്നു. സോ ഈ സിനിമയ്ക്ക് എനിക്ക് ഹൈ എക്സ്പെക്ടേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ ചുമ്മാ ഇരുന്ന് കണ്ടതാണ്. ഒരു കോർട്ട് റൂം ഡ്രാമ പറയുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് രണ്ട് വക്കീൽ, പേഴ്സണലി ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് രണ്ട് വക്കീലന്മാർ തമ്മിലുള്ള കൊമ്പ് കോർക്കലാണ്. ഇതില് സൊനാക്ഷി സിൻഹ ഒരു PP ആണ്. ആളുടെ ഡാഡി ഭയങ്കര റിച്ച് ആണ്, ഭയങ്കര ലീഡിങ് ആയിട്ടുള്ള അഡ്വക്കേറ്റ് ആണ്. സോ ആള് പറയുന്നു, 10 കേസ് നീ ജയിച്ചിട്ട് വാ, എന്നാൽ മാത്രമേ നിന്നെ നമ്മുടെ ഫേമിൽ എടുക്കുള്ളൂ. മകളുടെ കഴിവിൽ അത്രയും വിശ്വാസമുള്ള തന്തപ്പിടിയാണ്. സോ കോർട്ടിലെ സ്റ്റെനോ ആണ് നമ്മുടെ ജോ ചേച്ചി. സോ പിന്നീട് ഇവര് രണ്ടുപേരും കൂടിയിട്ട് എങ്ങനെ കേസ് ജയിക്കുന്നു, ഏതൊക്കെ കേസ് തെളിയിക്കുന്നു, ഇതൊക്കെ പറഞ്ഞു പോണ ഏകദേശം 2 മണിക്കൂറുള്ള ഒരു സിനിമയാണ്. ഞാൻ ഇത് തുടക്കമൊക്കെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ജ്യോതിക കിടുവായിരുന്നു. ജ്യോതിക ഈ കംപ്ലീറ്റ് സിനിമ തൂക്കി എന്ന് വേണമെങ്കിൽ പറയാം. അജാതി പെർഫോമൻസ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആളുടെ പെർഫോമൻസ്. ജ്യോതികയുടെ മുന്നിൽ സൊനാക്ഷി സിൻഹ ഒന്നുമല്ല, സീരിയസ്ലി. പക്ഷെ പടം വെരി 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 ആവറേജ്. ഈ ക്രിമിനൽ ജസ്റ്റിസ് പോലുള്ള കോർട്ട് റൂം ഡ്രാമാസ് ഒക്കെ കണ്ടവർക്ക് ദിസ് ഇസ് നത്തിങ്, ദിസ് ഇസ് ആക്ച്വലി നത്തിങ്. ഇത് ആവറേജ് എന്ന് ഞാൻ പറയാൻ കാരണം ജോ ചേച്ചിയുടെ പെർഫോമൻസ്, ബാക്കി ഒന്നുമില്ല. വെരി പ്രെഡിക്റ്റബിൾ. ഈ സിനിമയിൽ ഒരൊറ്റ ഡയലോഗ് ഉണ്ട് ഈ സിനിമയുടെ പകുതിയിൽ. ആ ഒരൊറ്റ ഡയലോഗ് പിടിച്ചു കഴിഞ്ഞാൽ എന്താണ് റീസൺ, ആരാണ് കില്ലർ, എന്തിനിങ്ങനത്തെ ഒരു കേസ്, എല്ലാം മനസ്സിലാവും. ആൻഡ് ഇത് ഭയങ്കര വലിപ്പിക്കലാണ്. 2 മണിക്കൂർ എന്തോ ഉള്ളു വെച്ചാലും ഏകദേശം 1-1.5 മണിക്കൂറിൽ പടം തീരും. ഇത് പിന്നെയും ഇമോഷൻസ് മറ്റേത് തേങ്ങാമട്ട് വലിച്ച് നീട്ടിയിട്ട് അവസാനം കൊണ്ടുപോയി തീർത്തുണ്ട്. ടു മീ ദിസ് ഇസ് എ വെരി ആവറേജ് ഫിലിം, ദാറ്റ് ടു ജ്യോതികയുടെ പെർഫോമൻസ് കാരണം. ഇതിൽ സൊനാക്ഷി സിൻഹയുടെ ക്യാരക്ടർ തന്നെ ഒരു മരമണ്ടി ക്യാരക്ടറാണ്. എക്സാമ്പിൾ നമ്മുടെ അതിഥി ബാലന്റെ ക്യാരക്ടർ പോലെ. കഴിവൊന്നുമില്ല, ഏത് നേരം ഒരു ലോഡ് മേക്കപ്പ് ഇട്ടിട്ട് ഒരു മെഴുക് പ്രതിമയുടെ പോലത്തെ ഒരു ക്യാരക്ടർ. സോ ആള് സ്വന്തമായിട്ട് കേസ് തെളിയിക്കൊന്നുമില്ല, ആരെങ്കിലൊക്കെ സഹായിക്കണം. കുറെ പൊസിഷനിൽ ജ്യോതിക സഹായിക്കും, പിന്നെ അവിടുത്തെ പോലീസ് ഓഫീസേഴ്സ് സഹായിക്കും, എന്നിട്ട് ക്രെഡിറ്റ് മുഴുവൻ ചേച്ചി തൂക്കും. എനിക്ക് ഒട്ടും വർക്ക് ആയിട്ടില്ല. അതിന് കോർട്ട് റൂം ഡ്രാമ എന്നുള്ളൊരു സെനാരിയോയിൽ നോക്കുമ്പോൾ ഒട്ടും വർക്ക് ആയിട്ടില്ല. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നത് 2 വക്കീലന്മാര് തമ്മിൽ കൊമ്പ് കോർക്കണതാണ്. ഇതെന്താണ്, ഇവര് തെളിവുമില്ല, പ്രോപ്പറായിട്ട് എവിഡൻസ് പ്രസന്റ് ചെയ്യില്ല, കഥ പറയാണ് കോടതിയിൽ നിന്നിട്ട്. ആൻഡ് ഈ സിനിമയുടെ തുടക്കം കാണുമ്പോൾ തന്നെ അറിയാം, ടുവേർഡ്സ് എൻഡ് സൊനാക്ഷി വേഴ്സസ് സൊനാക്ഷിയുടെ ഫാദർ, അങ്ങനത്തെ ഒരു ബാറ്റിൽ ആയിരിക്കുന്നുള്ളത്. അതൊക്കെ അൺസഹിക്കബിൾ സാധനം. അങ്ങേര് എന്തോ പെരിയ ലീഡിങ് അഡ്വക്കേറ്റ് ആണ്, ഇങ്ങേരെ ഫേം എന്തോ രാജവൻസ് ഫേം എന്തോ ഭയങ്കര കിടു സാധനമാണ് പറഞ്ഞിട്ട് അങ്ങേരൊക്കെ തപ്പ് ദിപ്പ് എന്നാവുന്നു. എനിക്ക് ഒട്ടും അതൊന്നും ഡൈജസ്റ്റ് ആയിട്ടില്ല. കാരണം നമ്മൾ ഇതിലും നല്ല കോർട്ട് റൂം ഡ്രാമാസ് കണ്ടു. കോർട്ട് റൂം ഡ്രാമാസിന് ഒരു ക്ഷാമവും ഇല്ല. ജസ്റ്റ് ടേക്ക് എ ലുക്ക് അറ്റ് ക്രിമിനൽ ജസ്റ്റിസ്. എത്ര 2, 3, 4 എത്ര സീസൺ ഇറങ്ങിയിട്ടുണ്ട്, എല്ലാം കിടുവാണ്. സോ അതൊന്നും വെച്ച് നോക്കുമ്പോൾ ഇതൊന്നുമില്ല. ഞാൻ ഹിന്ദി ഭാഷയാണ് കണ്ട്, ജ്യോതിക കിടുവായിട്ട് ഹിന്ദി പറയുന്നുണ്ട്. ഒരിക്കലും നമുക്ക് സൗത്തിൽ നിന്ന് പോയ ഒരു ആക്ടർ പറയുന്ന പോലെ തോന്നില്ല. ചില സിനിമയിലൊക്കെ ഇപ്പൊ രശ്മിക മന്ദാനയുടെ ക്യാരക്ടറൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ ബോളിവുഡ് സിനിമാസിൽ നമുക്കൊരു ആർട്ടിഫിഷ്യാലിറ്റി തോന്നും. പക്ഷെ ഇതിൽ ജ്യോതികയുടെ പെർഫോമൻസ് കിടുവാണ്. എസ്പെഷ്യലി ടുവേർഡ്സ് ലാസ്റ്റ് മറ്റേ കോടതിയിൽ വെച്ചിട്ട് ആളിങ്ങനെ കരയുമ്പോൾ ഇങ്ങനെ വിറയ്ക്കുന്ന സീനൊക്കെ ഉണ്ട്, അതൊക്കെ പെട്ടായിരുന്നു അല്ലേ. ഷീ ജസ്റ്റ് ഓൺ ദ ഹോൾ സിനിമ. ആള് അടിപൊളിയായിരുന്നു. ആളാണ് ഈ സിനിമയത്തെ ഏറ്റവും വലിയ പോസിറ്റീവ്. വേറെ എനിക്ക് പോസിറ്റീവ് എടുത്ത് പറയാൻ വേറെ ഒന്നും തോന്നിയില്ല. ആ ജ്യോതികയുടെ പെർഫോമൻസ് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ആവറേജ് എന്ന് പറഞ്ഞത്. ആൻഡ് ഇതിൽ അനാവശ്യമായിട്ട് പല പല സീൻസ് കുത്തിക്കയറ്റിയിട്ടുണ്ട്. ഈ പടം ഒന്ന് സീരിയസ് മോഡിലോട്ട് പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ ചില റൊമാൻസ്, അവര് തമ്മിലുള്ള മറ്റേ ഇന്റിമേറ്റ് മൊമെന്റ്സ്, എന്തിന് അതിൻ്റെയൊക്കെ ആവശ്യം. സൊനാക്ഷിക്ക് പകരം വേറെ ആരാണെങ്കിലും കുറച്ചും കൂടി നന്നായതിനെ തോന്നി. എനിക്ക് ഒട്ടും സൊനാക്ഷിയുടെ മറ്റേ ദഹാദോ അങ്ങനെ ഏതൊരു സീരീസ് ഉണ്ട്, കളങ്കാവലിന്റെ ഒരു സിമിലർ പ്ലോട്ട്, അതിൽ സൊനാക്ഷി കിടുവായിരുന്നു. ഇതിൽ ആളുടെ മുഖത്തെ എക്സ്പ്രഷനെ അറിയുന്നില്ല, അത്രയും കോട്ട് ബിർള ഉപ്പസ് അടിച്ചു വിട്ടിന്റെ മുഖത്ത്. എന്തിനിടെ ഇത്രയും മേക്കപ്പ്. ഒരു ജ്യോതികയുടെ നോക്ക്, ജ്യോതികയുടെ ഭയങ്കര ഒരു മിഡിൽ ക്ലാസ്സിൽ താമസിക്കുന്ന ഒരു ക്യാരക്ടർ ആയിട്ടാണ്. അതിനനുസരിച്ചുള്ള ഒരു
അപ്പിയറൻസ് ആയിരുന്നു ആൾക്ക്. ഇത് ഭയങ്കര ലക്ഷറി ലൈഫാണ് പറഞ്ഞിട്ട് എന്തിനാടേ ഇത്രയൊക്കെ മേക്കപ്പ് ഇട്ട് കയറ്റുന്നത്? അത് ഭയങ്കര ഒരു ബോറിംഗ് ആയിട്ടാ തോന്നുന്നത്. വി ഡോണ്ട് ഫൈൻഡ് ദാറ്റ് അട്രാക്റ്റീവ്. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഐ ഫൈൻഡ് ഇറ്റ് വെരി ബോറിംഗ്. ഒരു എക്സ്പ്രഷനും ആളുടെ മുഖത്തും തോന്നുന്നില്ല. ഇമോഷണൽ സീൻസ് ഒക്കെ ഭയങ്കര ഫ്ലാറ്റ് ആയിട്ടാ തോന്നുന്നത്. അച്ഛൻ മകള് തമ്മിലുള്ള ഒരു ബോണ്ടിങ് നമുക്ക് കിട്ടില്ല. അതേപോലെ തന്നെ മറ്റേ റൊമാൻസിന്റെ ഒരു സാധനം ഉണ്ട്, അത് എനിക്ക് കിട്ടിയില്ല. പക്ഷെ ചുമ്മാ അങ്ങനെ ബോറടിക്കാതെ കണ്ടു തീർക്കുക ബിക്കോസ് ഓഫ് ജ്യോതികാസ് പെർഫോമൻസ്. സോ വേണ്ടവർ കണ്ടു നോക്കുക. സിസ്റ്റം ഈ സ്ട്രീമിംഗ് ഓൺ ആമസോൺ പ്രൈം. ഹിന്ദി ഒറിജിനൽ ലാംഗ്വേജ് ഹിന്ദിയാണ്, തമിഴ് തെലുങ്ക് ഒക്കെ അവൈലബിൾ ആണ്. സോ ചിലവർക്ക് ഇഷ്ടപ്പെടാം, ഇഷ്ടപ്പെടാതിരിക്കാം. ടു മീ പേഴ്സണലി അധികം വർക്കായില്ല, ആവറേജ് ആയിട്ടൊന്ന്. സോ ട്രൈ ഇറ്റ് ഔട്ട്.